ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. സമയം ഏകദേശം 8 മണി ആവുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് എത്തിയിട്ട് എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. 1761 ഫ്രാൻസിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മാരി തുസാഡ്സിൻ്റെ കഥയാണ് ഞാനിവിടെ പറയുന്നത്. ഡോക്ടർ ഫിലിപ്പ് കാർട്ടിസ് എന്ന ഒരു അനാട്ടമി പരിശീലകന്റെ വീട്ടിലേക്ക് വീട്ടുജോലിക്ക് പോയിരുന്നവരാണ് മാഡം തുസാഡ്സും അമ്മയും. അനാട്ടമി പരിശീലനത്തിനു വേണ്ടി ഇദ്ദേഹം മെഴുകു പ്രതിമകൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ കുഞ്ഞു മാഡം തുസാഡ്സ് ഇതെല്ലാം നോക്കിയിരുന്നുകൊണ്ടേയിരുന്നു. ഈ കുട്ടിക്ക് ഇതിനോടുള്ള താല്പര്യം മനസ്സിലാക്കിയ ഡോക്ടർ ഫിലിപ്പ് കർട്ടിസ് ഇവളെ മെഴുകുശില്പം ഉണ്ടാക്കാനായി പരിശീലിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീട് നടന്ന ചരിത്രം. മാഡം തുസാഡ്സ് ജീവൻ തുടിക്കുന്ന മെഴുകുശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നീട് ആ ശില്പങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ന് മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം എന്ന പേരിൽ വിവിധ രാജ്യങ്ങളിൽ ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. ജീവൻ തുടിക്കുന്ന മെഴുകുശില്പങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ആകർഷണീയത. എന്നാൽ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മാഡം തുസാഡ്സ് മ്യൂസിയത്തിനെ വെല്ലുന്ന ഒരു വാക്സ് മ്യൂസിയം നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ നടക്കാനുള്ളൂ. ഏകദേശം 10 മിനിറ്റ്. പോകുന്ന വഴിയിൽ ആ കാണുന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ ലാൻഡ്മാർക്കായ പത്മനാഭ ക്ഷേത്രം. അപ്പം നമ്മൾ സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ കാണുന്ന ഓടിട്ട കെട്ടിടത്തിനുള്ളിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇപ്പം തന്നെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഇടാവും നല്ലത്. കാരണം ഇത് ഒരുപാട് കാണിക്കാനുണ്ട്. അപ്പോൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓരോ ഡിലേ ആവില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ഫോളോ ഒക്കെ ചെയ്യുക. താങ്ക് യു.